സുരേഷ് കുമാർ, താങ്കളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ, കേരളത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം എന്താണ്? ഒന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഒന്ന്, ഈ ഒരു ലഹരി അതിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. കാരണം മെറ്റീരിയൽ അവൈലബിൾ ആയാൽ അത് വാങ്ങാനും ഉപയോഗിക്കാനും ആൾക്കാരുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിന് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ അതവിടെ നിൽക്കട്ടെ, അതൊന്ന്. രണ്ടാമത്തെ ഒരു വിഷയം, ഞാൻ കഴിഞ്ഞ എൻ്റെ നിരവധി വർഷത്തെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, എന്തുകൊണ്ട് ഇപ്പം നേരത്തെ അങ്ങ് ഫിലിപ്പ് മമ്പാട് സാറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ഇതിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കണം, മറുഭാഗത്ത് കുട്ടികൾ, ഏത് തരത്തിലുള്ള കുട്ടികളാവട്ടെ, അവരിതിലേക്ക് പോകുന്നത് തടയണമെങ്കിൽ എന്തുകൊണ്ട് അവർ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒന്ന്, ഇന്നത്തെ കാലത്ത് ഈ പുതിയൊരു കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ എല്ലാത്തരം പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന, അപ്പോൾ ഇവരുടെ പ്രധാന പ്രശ്നം, ഇവർക്കൊരു മിനിറ്റ് ഒഴിവില്ല. നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിലെ 10ാം ക്ലാസ്സിലും 11ലും 12ലും ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം 4:30 വരെ ക്ലാസ്, അത് കഴിഞ്ഞ് ട്യൂഷൻ, അത് കഴിഞ്ഞ് നൈറ്റ് ക്ലാസ്, അവൻ വീട്ടിലെത്തുന്നത് 9:30-10 മണിക്കുമാണ്. പിന്നെ രാത്രി ഒരു ഇത്തിരി സമയമാണ് അവൻ്റെ മുമ്പിൽ കിട്ടുന്നത്. അവന് പലതും പറയാനുണ്ട്, അവന് പലതും എക്സ്പ്രസ് ചെയ്യാനുണ്ട്. അത് കേൾക്കാനോ അവനെ മനസ്സിലാക്കാനോ ആരുമില്ല. മാത്രമല്ല, A+ വാരി കൂട്ടുന്ന, A+ വാരി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്നും കാലഹരണപ്പെട്ട രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മളൊക്കെ ഗോപീഷ്, നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് എന്തായിരുന്നു? നമ്മളുടെ വിദ്യാഭ്യാസ കാലത്ത് നമ്മുടെ വ്യക്തിത്വത്തിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. എനിക്ക് ആസ് എ സ്റ്റുഡൻറ്റ് എനിക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യം വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുട്ടിക്ക് യാതൊരു ഇമ്പോർട്ടൻസും വിദ്യാഭ്യാസത്തിലില്ല. ഇവിടെ സിലബസിനും അവൻ വാങ്ങുന്ന മാർക്കിനും മാത്രം ഇമ്പോർട്ടൻസ് ആകുമ്പോൾ അവനൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മളൊക്കെ എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു. സ്കൂൾ വിട്ട് 4 മണിക്കോ 4:30 മണിക്ക് എത്തിയാൽ 6-6:30 മണി വരെ നമ്മളൊക്കെ പുറത്ത് പോയി കളിച്ച് നമ്മൾ സൊസൈറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്കൊരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടിക്ക് സമയമില്ല, ഉണ്ടെങ്കിൽ തന്നെ അവനെ പുറത്ത് വിടാത്ത ഒരു പാരൻറ്റിങ് സിസ്റ്റം കൂടി നമ്മൾ നിലവിലുണ്ട്. വീട്ടിനകത്തിരിക്കുന്നു. അപ്പോഴാണ് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ, വീട്ടിനകത്ത് അടച്ചിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അത് നോക്കാൻ അച്ഛനും അമ്മയ്ക്കും ഒഴിവില്ല, ബിക്കോസ് അവരും തിരക്കിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇവിടെ ഒരു കൗൺസിലിംഗ് എന്നതിനുപരി, ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ പറയുകയാണ്, ഒരു കൗൺസിലിംഗിൽ നിന്ന് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് ഒരു മെൻറ്ററിങ്ങിലേക്കാണ്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തു, ആ വിഷയത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നു, അതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല. ഒരു മെൻറ്ററിങ്ങിലേക്ക് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു കാലത്തിനനുസരിച്ചൊരു മാറ്റം കൂടി ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. കുട്ടിയുടെ വ്യക്തിത്വത്തിനൊരു പ്രാധാന്യം കൊടുക്കുകയും ലക്ഷ്യബോധമുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സുപ്രഭാതത്തിൽ ഇതിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. ഒരു കാലത്തിലൂടെ നമ്മൾ മാറ്റിയെടുക്കണം. ഇപ്പോഴും എനിക്ക് 57 വയസ്സായി. ഞാൻ എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിച്ച 52 വർഷം മുമ്പുള്ള അതേ സിസ്റ്റമാണ് ഇന്നത്തെ 1ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അത്ഭുതം വരരുത്. കാരണം ആകെ മാറ്റം വന്നത് സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാത്രമാണ്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ തുടരുകയാണ്. എന്നാൽ ലോകം 50 കൊല്ലം കൊണ്ട് എന്തുമാത്രം മാറ്റത്തിലെത്തി. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്ന ഒരു സിസ്റ്റം അത് നമുക്ക് കൊണ്ടുവരണം. ആ ഒരു രീതിയിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരാവട്ടെ, സർക്കാരുകളാവട്ടെ, ആ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോഴേ നമ്മുടെ അടുത്ത തലമുറ, ഇവരാണ് ഭാവി ഭാരതത്തെ കെട്ടിപ്പടുക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി, സമയം കുറവാണെന്നറിയാം, ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ എത്രയും നേരം ചർച്ച ചെയ്ത്, 1 മണിക്കൂറിലേറെ ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ലഹരി എന്നൊരു സാധനത്തെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി മറ്റു രീതിയിൽ നമ്മുടെ ഭാവി തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ കൂടുതലും പെൺകുട്ടികൾ ഇന്ന് ഇടപെട്ടിരിക്കുന്നത് ഡ്രഗിലല്ല, ഈ മയക്കുമരുന്നിലല്ല, പകരം കൊറിയൻ ബാൻഡ് പോലത്തെ കൊറിയൻ ഡ്രാമ, കൊറിയൻ മ്യൂസിക്, ഇതിലൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എൻ്റെ ക്ലിനിക്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പൂർണ്ണമായി അധോമുഖന്മാരായി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് നമുക്ക് ചുറ്റുമുള്ള ഒരു കാര്യത്തിൽ അവരുടെ ശ്രദ്ധയില്ല. ഇനി ഒറ്റ കാര്യം കൂടി പറയട്ടെ, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നു, കേരളത്തിലെ ഒരു വലിയ സമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു അത്ഭുതം പറയട്ടെ, ഇത് കാണേണ്ട ടാർഗറ്റ് ഓഡിയൻസ് കൂടി ഉണ്ടായിരുന്നു. ആരാണ്? നമ്മുടെ വിദ്യാർത്ഥികൾ. എന്നാൽ കഴിഞ്ഞ ഒരു 8-10 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എത്ര വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ചാനലുകളെ ചർച്ചയോ നമുക്ക് ചുറ്റും നടക്കുന്ന ഞാനത് ഡോക്ടർ ദിവ്യയോട് ചോദിക്കാൻ പോരുന്നത്, ഇതൊക്കെ ആരാണ് ഇപ്പോൾ കാണുക എന്നുള്ളത് കൂടി ഞാൻ ചോദിക്കാൻ പോരുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇത് ഏത് ജനറേഷനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അവരിതൊക്കെ കാണാൻ നിൽക്കുന്നുണ്ടോ എന്നുള്ളതുണ്ടോ?